ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ അയൺ ഡോം ഇപ്പം ഇന്ത്യയിൽ നിർമ്മിക്കാൻ അയൺ ഡോമിൻ്റെ ഈ ടാമർ ഇൻ്റർസെപ്റ്റർ മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുകയെന്നൊരു പുതിയ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലും ചാനലുകളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം ഇസ്രയേലിൻ്റെയാണ് ഈ അയൺ ഡോം. ഈ അയൺ ഡോം ഇന്ത്യയിലാണ് ഇത് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികച്ച ആ ഉത്തുംഗ ശൃംഖലയിലാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇത് ആദ്യമായിട്ട് ഈ അയൺ ഡോം നിർമ്മിച്ചത് ഇസ്രയേലാണ്. ഇതേപോലെ അയൺ ഡോമിൻ്റെ ഈ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ അമേരിക്കയാണ് രണ്ടാമത്തെ രാജ്യം. ഇപ്പം മൂന്നാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ അറിയപ്പെടാൻ പോകുന്നത്. അത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ്. അതുകൂടാതെ തന്നെ ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയെ ശ്രദ്ധിക്കാനും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിനും ഏറ്റവും ഒരു മികച്ച ഒരു പീക്ക് കരിയറിലേക്ക് ഇന്ത്യ എത്തുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പം അതിനു മുമ്പ് അയൺ ഡോം എന്താണ് അയൺ ഡോം എന്ന് പറയുന്നത്, അയൺ ഡോമിൻ്റെ ഈ ടാമർ ഇൻ്റർസെപ്റ്റർ മിസൈൽ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ അയൺ ഡോം എന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പേര് ഒരു കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ നമ്മൾ അതിനെ തടുക്കും അല്ലേ. അപ്പം ഇങ്ങനെ തടുക്കുമ്പം അതിനൊരു പ്രതിരോധ കവചം, അല്ലാതെ നമ്മുടെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യിക്കുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ തടുക്കാൻ പോകും. കല്ലുകൾ വന്ന് ജനലിൻ്റെ ചില്ലിലൊക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ അതിനെ തടുക്കും. അതേപോലെ ഒരു രാജ്യത്ത് നിന്നും റോക്കറ്റോ മിസൈലോ ഒക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് വീഴുകയാണെങ്കിൽ അതിനെ തടുക്കാനുള്ള ഒരു സംവിധാനം, അതായത് ഒരു ഡിഫൻസ് ഷീൽഡ് പോലെയാണ് ഈ അയൺ ഡോം പ്രവർത്തിക്കുന്നത്. ഈ അയൺ ഡോം അപ്പം ശരിക്കും ഇതിനകത്തൊരു ഡ്രോബാക്കും ഉണ്ട് ഈ അയൺ ഡോമിന്. കാരണം ഇത് വളരെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ ഒന്നും തടുക്കാൻ പറ്റില്ല. ചെറിയ സ്ഥലത്തുനിന്ന് വരുന്ന റോക്കറ്റോ മിസൈലോ ഒക്കെ വരുമ്പോഴാണ് ഇത് തടുക്കുന്നത്, ഈ അയൺ ഡോം വെച്ച് തടുക്കുന്നത്. ഇനി ഈ അയൺ ഡോമിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തേത് റഡാർ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, ശത്രുവിൻ്റെ ഇപ്പം ഒരു റോക്കറ്റ് ശത്രു അവിടുന്ന് വിക്ഷേപിക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ, ആ പറന്നുയരുന്ന ആ നിമിഷം തന്നെ കണ്ടുപിടിക്കാൻ ഈ റഡാർ സംവിധാനത്തിന് പറ്റും. അടുത്തതായിട്ട് ഇതിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സംവിധാനമുണ്ട്. കാരണം ഈ ശത്രു ഒരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണെങ്കിൽ ആ വിക്ഷേപണത്തിൽ നിന്ന് ആ റോക്കറ്റ് പറന്നുയർന്ന് അത് എവിടെ പതിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ അയൺ ഡോമിന് കഴിയുമെന്നുള്ളതാണ്. അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. കാര്യം ഈ ഇസ്രയേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇസ്രയേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വളരെ ചെറിയൊരു രാജ്യം. അപ്പം ഇതിന് സുരക്ഷാ ഭീഷണിയുള്ള ഒരു രാജ്യവും കൂടിയാണ്. അപ്പം ഈ അടുത്ത ശത്രു രാജ്യത്ത് നിന്നൊരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മൊമെൻറ്റിൽ തന്നെ ഇപ്പുറത്തെ രാജ്യത്തേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് അത് പറന്നുയർന്ന നിമിഷം കണ്ടുപിടിക്കാൻ പറ്റുക, റഡാർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുക. അതുപോലെ അതിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കമ്പ്യൂട്ടർ വെച്ചിട്ട്, ആ സംവിധാനം വെച്ചിട്ട് ഇതെവിടെ വീഴുമെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അത് വലിയ ഒരു നേട്ടം തന്നെയാണ് ഇസ്രായേലിന് വരാൻ പോകുന്നത്. അടുത്തത് ഇതിൻ്റെ ഈ അയൺ ഡോമിൻ്റെ അടുത്ത ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാമർ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ തന്നെയാണ്. അത് ഈ അയൺ ഡോമിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ടാമർ ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ് ഇപ്പം ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടി ചർച്ചകൾ നടക്കുന്നത്. അത് റാഫേൽ എയർ ഡിഫൻസ് സിസ്റ്റവും അതും ഇന്ത്യയുടെ പ്രതിരോധ സേനാ വിഭാഗങ്ങളുമായിട്ടൊക്കെയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇത് ഇന്ത്യ തന്നെ ഈ ഇസ്രയേലിന് ഈ ടാമർ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ നിർമ്മിച്ചു കൊടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും അങ്ങനെ ഈ ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഈ അയൺ ഡോം ഇത് വിന്യസിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2011 ഈ അയൺ ഡോം ഇസ്രയേൽ വിന്യസിച്ചത്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇത് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേൽ ചെറിയൊരു രാജ്യമാണ്. ഇസ്രയേലിൻ്റെ തൊട്ടടുത്ത രാജ്യങ്ങളാണ് ഈ ഗാസ, ലെബനൻ, സിറിയ, അതേപോലെ ഇറാൻ്റെ സായുധ സംഘടനകൾ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിനൊരു ഭീഷണി തന്നെയാണ്. കാര്യം ഈ ഗാസയിൽ നിന്ന് ഏത് സമയവും റോക്കറ്റ് ഇസ്രയേലിലേക്ക്, ശത്രു രാജ്യം തന്നെയാണ്, അത് ഇന്ന് റോക്കറ്റ് ഇസ്രയേലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ഡിഫൻസ് ഷീൽഡായിട്ട്, ഒരു പ്രതിരോധ കവചമായിട്ട് അയൺ ഡോമിനെ ഇവർക്ക് മറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് ഈ ലെബനിൽ നിന്നും ഇഷ്ടം പോലെ മിസൈലുകൾ വിക്ഷേപിക്കുന്നു. ആ വിക്ഷേപിക്കുന്ന മിസൈലുകളെ തടുക്കാൻ വേണ്ടിയിട്ട് ഈ അയൺ ഡോമിന് പറ്റും. അപ്പം ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ വളരെ ചെറിയ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ രാജ്യത്തേക്ക് ഈ റോക്കറ്റും ഈ മിസൈലുകളും ഒക്കെ വന്ന്, വ്യോമാക്രമണവും ഒക്കെ വരുന്ന ആ സമയത്ത്
തടുക്കാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ അയൺ ഡോമിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും. പിന്നെ അടുത്തത് സിറിയയിലാണെങ്കിൽ എപ്പോഴും അസ്ഥിരത നിറഞ്ഞു നിൽക്കുന്നൊരു രാജ്യമാണ്. ഏത് സമയത്തും സിറിയയിൽ നിന്നൊരു ആക്രമണം പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ഇപ്പം നിലവിൽ ഉള്ള യുദ്ധം നടക്കുന്ന രാജ്യമായ ഇസ്രയേലും ഇറാനും അവർ ബദ്ധ ശത്രുക്കളാണ്. അപ്പം ഈ ഇറാൻ്റെ സായുധ സംഘടനകളും അവിടെ നിന്നൊക്കെയുള്ള ആക്രമണവും ഇസ്രയേലിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അയൺ ഡോം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇസ്രയേൽ തീരുമാനിക്കുന്നതും 2011 ഇത് ഡെവലപ്പ് ചെയ്തതും. ഇനി ഇതിനകത്ത് ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോക്കറ്റ് ഇപ്പം ശത്രുരാജ്യത്തു നിന്നൊരു റോക്കറ്റ് വന്ന് വീഴുകയാണ്. ഇത് നമ്മൾ ജനവാസ മേഖലയിലല്ലാതെ കടലിൽ പതിക്കുകയാണെങ്കിൽ ഈ അയൺ ഡോം വെച്ച് തടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇത് ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഈ റോക്കറ്റ് വന്ന് വീഴുന്നെങ്കിൽ അപ്പോഴും നമ്മൾ തടുക്കേണ്ട കാര്യമില്ല. തടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ ഇസ്രയേലിൻ്റെയോ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്, ഈ അയൺ ഡോം ഉള്ള രാജ്യത്തിന് അവരുടെ ഏറ്റവും വാല്യുബിളായിട്ടുള്ള, ഏറ്റവും വിലപിടിച്ച ഏതെങ്കിലും അവരുടെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ആശുപത്രികളോ ജനവാസ മേഖലയോ ജനങ്ങൾക്ക് ഭീഷണിയായോ ഒക്കെ നിലനിൽക്കുന്ന അത്രയും പ്രോപ്പർട്ടീസാണ്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ശത്രുരാജ്യത്തു നിന്ന് റോക്കറ്റോ മിസൈലോ വന്ന് പതിക്കുക, അങ്ങനെ വരുമ്പോഴാണ് അവിടെയാണ് ഈ അയൺ ഡോം ഏറ്റവും അധികം വർക്കിംഗ് ആവുന്നത്. വെച്ചാൽ അപ്പോഴാണ് ഇത് തടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നഗരത്തിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ പറയുന്നതൊക്കെ ആകാശത്ത് ഇങ്ങനെ തീഗോളം പോലെയോ ഇങ്ങനെ വന്ന് റോക്കറ്റുകൾ വന്നിടിക്കുന്ന പോലെയൊക്കെ തോന്നും. അതൊക്കെ ഇതിങ്ങനെ തടുക്കുന്നത് പോലെ കാണുന്നെന്ന് പറയും. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ അങ്ങനെ കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ് ഈ അയൺ ഡോം ചെയ്യുന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ ഒന്നും തടുക്കാൻ ഈ അയൺ ഡോമിനെ കൊണ്ട് കഴിയില്ല. അയൺ ഡോമിന് കഴിയുന്നത് വളരെ ചെറിയ ദൂരത്തു നിന്നും വരുന്ന ഈ റോക്കറ്റും മിസൈലിനെയും ഒക്കെ തടുക്കാനേ അയൺ ഡോമിന് കഴിയുള്ളൂ എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇനി ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഇന്ത്യയെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതിലുമുണ്ട് ഒരുപാട് റീസൺ. ഇന്ത്യ ഇപ്പം പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ 2014 ശേഷം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ മന്ത്രം, അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത്, പിന്നെ വളരെ പ്രാവീണ്യമുള്ള വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള എൻജിനീയർമാർ, അതിനൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങൾ, ഉൽപ്പാദന ചെലവ് വളരെ കുറവാണ്. ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉൽപ്പാദന ചെലവ് വളരെ കുറവാണ്. പക്ഷേ വളരെ ക്വാളിറ്റിയുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് നിർമ്മിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഈ ഇസ്രയേൽ തിരഞ്ഞെടുക്കുന്നത് തന്നെ. ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സഹകരണത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് രാജ്യങ്ങളാണ്. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഡിഫൻസിലുണ്ട്, പിന്നെ സെക്യൂരിറ്റി, ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി മേഖലയിൽ ഒരു സഹകരണം ഇന്ത്യ ഇസ്രയേൽ തമ്മിലുണ്ട്. ഭീകരവിരുദ്ധ സഹകരണമുണ്ട്. കൃഷി മേഖലയിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലൊരു സഹകരണം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, സൈബർ സെക്യൂരിറ്റി, ഇതിലെല്ലാം ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒരു ടൈപ്പ്. രണ്ട് രാജ്യങ്ങൾ വളരെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ മികവും കൂടി കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഈ റാഫേൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെ പ്രതിരോധ സേനാ വിഭാഗങ്ങളുമായി ചർച്ച നടത്താൻ തയ്യാറായതും ഈ ടാമിർ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നതും. ഇനി പക്ഷേ ഇവിടെ നമ്മുടെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് എയർ ഡിഫൻസ് സംവിധാനങ്ങളൊന്നും ഇല്ലേ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അവിടെയും നമ്മുടെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ആകാശ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണ്. അതേപോലെ ഇന്ത്യയും ഇസ്രയേൽ സംയുക്ത സംരംഭമായ ബറാക്കേറ്റ്, S-400, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് കുഷ എന്ന് പറയുന്നത് ദീർഘദൂര മിസൈലുകളെ പോലും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു സംവിധാനം ഇന്ത്യക്കുണ്ട്. അപ്പം ഇത് ഇന്ത്യക്ക് വലിയ മിസൈലുകളെയും ദീർഘദൂര മിസൈലുകളെയും ബാലിസ്റ്റിക്കിനെയും ഒക്കെ തടയാൻ, എന്ന് വെച്ചാൽ അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഓൾറെഡി തന്നെ ഉണ്ട്. എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ ഈ അയൺ ഡോമിൻ്റെ ടാമിർ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇന്ത്യ അത് സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ ഒരു നേട്ടമാണ്. ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എത്തിപ്പെടും എന്നുള്ളതും, അതുകൂടാതെ തന്നെ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ ആശ്രയിക്കാം, ഇന്ത്യയെ വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യം അവിടെ എടുത്തു പറയത്തക്കതായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ് ഒരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.